ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേര. ലോങ് ആയിട്ട് അടിച്ചിറങ്ങുന്ന ക്യാൻഡിൽ ഒരു ഹ്യൂജ് ഡൗണിലേക്ക് പോകുന്ന പൊസിഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അവിടെ ഒരു സെൽ എടുക്കണോ ബൈ എടുക്കണോ? അവിടെ കറക്റ്റായിട്ടൊരു ഡൗൺ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി അത് എവിടുന്ന് പിടിക്കാൻ പറ്റും? അപ് ടണിലേക്ക് പോകുമോ ഡൗണിലേക്ക് പോകുമോ? എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻറ്റിലൂടെ പറയുന്ന 15th സെപ്റ്റംബറിൻ്റെ മൊമെൻ്റാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പോയിട്ടുണ്ട്. റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് നല്ലൊരു ഹ്യൂജ് ഹൈക്ക് പോയി. ഇവിടെ ഒരു സെൽ സിഗ്നൽ തന്നിട്ടുണ്ട്. ഒരു 1.5 കഴിഞ്ഞ ശേഷം വന്ന സെല്ലാണ്. അത് സപ്പോർട്ട് അടിച്ചിറങ്ങി ഒറ്റയടിക്ക് അടിച്ചിറങ്ങി ഇൻട്രാഡേക്ക്. പക്ഷേ അവിടെ നിന്ന് ഇവിടെ എടുക്കാൻ ശ്രമിച്ചാൽ അത് ആ സെക്കൻഡിൽ റിവേഴ്സ് അടിക്കും. നമുക്ക് ആക്ച്വലി അവിടെ ഒരു പൊസിഷൻ സ്കാൽപ്പിങ്ങിൽ പിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്, അതായത് കൺഫർമേഷൻ വന്നതിന് ശേഷം നെക്സ്റ്റ് മാർക്കറ്റ് പുൾ ബാക്ക് അടിച്ചിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ പിടിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് രണ്ടാമത്തെ ക്യാൻഡിൽ കയറി എൻട്രി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പൊസിഷൻ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റിൻ്റെ ആ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് സപ്പോർട്ട് കട്ട് ചെയ്യുന്ന ലെവലിൽ നോക്കി നമുക്ക് അവിടെ നിന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്യാവുന്നതാണ് ബൈ കണ്ടിന്യൂവേഷൻ പോകുന്ന സാഹചര്യത്തിൽ. ഓക്കെ, എക്സ്ട്രാ കളർ കാണിച്ചു തരും. ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ, ഈ 3 നമുക്ക് മെത്തേഡിലൂടെ നമുക്ക് റിവേഴ്സിൽ ഐഡന്റിഫൈ ചെയ്യാം. അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാം. ഇനി തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുന്ന പോർഷനിൽ സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങി അവിടെ നിന്ന് എടുക്കാം. പക്ഷേ ഇവിടെ ഒരു പൊസിഷൻ സ്കാൽപ്പിങ്ങിൽ പിടിക്കാം. നമുക്ക് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1 വേ ചാർട്ടിലൂടെ പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ അവിടെ റിസ്കിയാണ്. അപ്പം ലോങ് ക്യാൻഡിൽ അടിച്ചിരുന്നത് പെട്ടെന്ന് ഇറങ്ങുന്ന പോർഷൻ നമ്മൾ ഒരിക്കലും പിടിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ആക്ച്വലി സെക്കൻഡിനുള്ളിൽ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യണം. അതുവരെ ഹോൾഡ് ചെയ്ത് വെച്ചാലും മാർക്കറ്റ് ആ സെക്കൻഡിൽ റിവേഴ്സ് അടിക്കും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഒരു കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ, അതായത് ഒരു ബൈ കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിലും ഇതേപോലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ നമുക്ക് എടുക്കാം. പിന്നെ ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന പോർഷനിൽ പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ട്. ഇപ്പം ഇവിടെ ഒരു പോർഷൻ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി തിരിച്ചിറങ്ങി ഇവിടെ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്താൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ആ പോർഷനിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് നമുക്ക് ആക്ച്വലി താഴെ കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന റീ എൻട്രി ലെവലാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റീ എൻട്രി ലെവൽ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അതേ ഓപ്ഷൻ ചാർട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയി നമുക്ക് ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് നമുക്ക് എടുത്ത് ഇവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. വ്യൂവിൽ സിമ്പിൾസ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് ആഡ് ചെയ്യുക. വീക്കിലി മന്ത്ലി ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഈ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ എടുക്കുകയാണെങ്കിൽ 53,000 400 അല്ലെങ്കിൽ 500 നമുക്ക് പുട്ട് ആഡ് ചെയ്ത് വെക്കാം. അതിവിടെ നമുക്ക് പുട്ടെന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോയിലേക്ക് പോവുക. നമുക്ക് 5 മിനിറ്റ് സെറ്റ് ചെയ്യാം. ടെംപ്ലേറ്റിന് 8.1 ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. അത് വന്ന ഡീറ്റെയിൽസ് മെയിലിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ടാർഗറ്റും റെസിസ്റ്റൻസ് കട്ട് ചെയ്യാണ്. ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കാം. അതിൻ്റെ താഴെ 3 ടാർഗറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.